നയിക്കട്ടെ, കേരള നാട് ഭരിക്കട്ടെ, ഒത്തൊരുമിച്ചൊരു കേരള ജനത. കാണുന്നത് ഇടത്തെ വശത്ത് കാണുന്നത് തലസ്ഥാനത്തുള്ള പ്രകടനവും വലത്തെ വശത്ത് കാണുന്നത് മലപ്പുറത്ത് നിന്നുള്ള പ്രകടനവുമാണ്. അങ്ങനെ തൃശ്ശൂരിലും നടക്കുന്നുണ്ട് പ്രകടനം. അങ്ങനെ കേരളം ഒട്ടാകെ തന്നെ VD സതീശൻ അനുകൂലികൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. മതേതര കേരളം VDക്കൊപ്പം എന്ന ബാനർ ഉയർത്തിയാണ് മലപ്പുറത്ത് നടത്തുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് പണം നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് നയിക്കുന്നത്. ഡാൻ ഉണ്ട് വിശദാംശങ്ങൾ. ഡാൻ, ഇത് കൂടുതൽ അക്രമത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തൃശ്ശൂർ, മലപ്പുറം, തിരുവനന്തപുരം അങ്ങനെ സംസ്ഥാനം ഒട്ടാകെ തന്നെ നിൽക്കുന്നുണ്ട്. നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? അക്രമത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്? കോൺഗ്രസ് സമീപകാലത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ ഒരു സമരത്തിലും ഇങ്ങനെയൊരു പങ്കാളിത്തം ഉണ്ടായിട്ടില്ല. അത്രയധികം ആളുകൾ VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിനിടയിൽ പോലീസ് ചില മുൻകരുതലുകളൊക്കെ എടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിന് മുമ്പിൽ KC വേണുഗോപാലിന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഫ്ലെക്സ് ബോർഡിന് സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് പോലീസ്. അതിനിടയിലാണ് അതിന്റെ മറുവശത്ത് സ്ഥാപിച്ച KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡിന് സമീപത്ത് കരിയോയിൽ ഒഴിച്ചിരിക്കുകയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട്. പോലീസിന്റെ സുരക്ഷ മറുവശത്തുണ്ടായിരുന്നു. പക്ഷേ അത് ഈ വശത്തെ KC വേണുഗോപാലിന്റെ ചിത്രം പതിച്ച ഫ്ലെക്സ് പോലീസ് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. അതിൽ കരിയോയിൽ ഒഴിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് VD അനുകൂലികൾ. അവിടെ നിന്ന് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിന്റെ പ്രധാനപ്പെട്ട കവാടത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ വൈകാരികമായ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നടന്നു. വാഹനങ്ങൾ ഒരു വഴിയായി മാത്രമാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അതായത് ഈ പ്രതിഷേധം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. ഹൈക്കമാൻഡ് നാളെ ഈ വിഷയത്തിൽ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് എത്താനിരിക്കെ അതിനാടകീയമായ നീക്കങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിൽ നടക്കുന്നു. KC വേണുഗോപാലിന്റെ AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് പിന്തുണച്ചുകൊണ്ട് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് വലിച്ചു കയറിയിരിക്കുകയാണ് പ്രതിഷേധക്കാർ. അത് വലിച്ചു കയറിക്കൊണ്ട് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയും KC വേണുഗോപാലും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമുള്ള ഫ്ലെക്സ് ബോർഡ് വലിച്ചു കയറുകയാണ്. പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൈകളടിച്ചുകൊണ്ട് മറ്റ് പ്രതിഷേധക്കാർ ഒപ്പം അവിടെ നിന്ന് അവർ വീണ്ടും സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിലേക്ക് എത്തുന്നു. അതിന് പകരം അവിടെ VD സതീശന്റെ ചിത്രം പ്ലക്കാർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. പണം നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന VD സതീശന്റെ പ്ലക്കാർഡ്. അല്ല, അത് പ്രധാനപ്പെട്ടതാണ്. KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡ് കീറിയിരിക്കുന്നു. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡ് കീറുന്നു. കരിയോയിൽ പ്രതിഷേധം നടത്തി അവിടെ KCയുടെ മുഖത്തിന് മുകളിൽ VD സതീശന്റെ ബാനർ വെക്കുന്നു. പണം നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന ബാനർ KCയുടെ മുഖത്തിന് മുകളിലൂടെ വെക്കുന്നു. എല്ലാം സാക്ഷിയായി ഉമ്മൻചാണ്ടി അപ്പുറത്ത് നിൽപ്പുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ചർച്ചകൾ അവിടെ നിൽക്കുന്നതിനിടയിൽ സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഈ പ്രതിഷേധം നടക്കുമ്പോഴാണ് അവിടെ KPCCയുടെ താക്കീത് ഉൾപ്പെടെ ഉണ്ട്. പ്രകടനം നടത്തരുത് എന്ന അണികൾക്ക് കൊടുത്തിരിക്കുന്ന താക്കീതിനിടയിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഡാൻ അവിടെ ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യാണ്. ഡാൻ തന്നെ പറയുന്നു, അടുത്ത കാലത്തായി UDF നടത്തിയ സമരത്തിൽ ഒന്നും കാണാതെ ഇത്ര വലിയ ജനപങ്കാളിത്തമാണ് ഇവിടെ നടത്തുന്നതെന്നുള്ളതാണ്. അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തുന്നു. ഡാൻ, എന്നാൽ അക്രമത്തിലേക്ക് നീങ്ങാൻ സാധ്യത കാണുന്നുണ്ടോ? ഇവിടെയാണ് ഏറ്റവും വലിയ, അതായത് പാലഭിഷേകം നടത്തിയ KC വേണുഗോപാലിന്റെ പാലഭിഷേകം നടത്തിയ ഫ്ലെക്സ് ബോർഡാണിത്. ആ ഫ്ലെക്സ് ബോർഡിലും സമാനമായ തരത്തിലുള്ള അതിക്രമം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസ് അതിന്റെ സുരക്ഷ ഒരുക്കുകയാണ്. കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തി വൈകാരികമായ ഒരു സാഹചര്യത്തിലേക്ക് പ്രതിഷേധം കടക്കാതിരിക്കാൻ പോലീസ് മുൻകരുതൽ സ്വീകരിക്കുന്നു. കാരണം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അതിന് വിടുന്ന തരത്തിലേക്ക് മാറാതിരിക്കാനാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കമുണ്ടാകുന്നത്. അതിന് തൊട്ടപ്പുറത്തായി VD സതീശന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് കൂടിയുണ്ട്. ജനതയും ഞങ്ങളുടെ ജനിതകവും അങ്ങേക്കൊപ്പം എന്ന് വ്യക്തമാക്കുന്ന VD സതീശന്റെ ഫ്ലെക്സ് ബോർഡ് KC വേണുഗോപാലിന്റെ ചിത്രത്തിന് സമീപത്തുണ്ട്. അതിന് നേരെ എതിർവശത്തിരുന്ന വേണുഗോപാലിന്റെ ചിത്രമാണ് വലിച്ചു കീറിക്കൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും ഇവിടെയും ഉണ്ടായാൽ അത് വൈകാരികമായ തരത്തിലേക്ക് രണ്ട് നേതാക്കളുടെ അനുയായികൾ തമ്മിലുള്ള വൈകാരികമായ ഒരു പ്രതിഷേധമായി അത് മാറും. അതുണ്ടാകാതിരിക്കാൻ മുൻകരുതൽ എടുത്തുകൊണ്ടാണ് പോലീസ് ആ ഫ്ലെക്സ് ബോർഡിന് ഇപ്പോൾ സുരക്ഷയൊരുക്കുന്ന അസാധാരണമായ കാഴ്ച. 10 വർഷമായി 2016 മുതൽ 2026 വരെ പിണറായി സർക്കാരിനെ താഴെയിറക്കാനായി കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ച് സമരം നടത്തിയ ഈ സമര കവാടത്തിന് മുമ്പിൽ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുന്നു. AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കയറാതിരിക്കാനായി പോലീസ് കാവൽ നിൽക്കുന്ന സാഹചര്യമാണ് നിലവിൽ.
അത്രയും വലിയൊരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ നിൽക്കുന്നത്. തലസ്ഥാനത്ത് മാത്രമല്ല കേരളം ഒട്ടാകെ തന്നെ വലിയ പ്രതിഷേധം നടക്കുമ്പോൾ കുഞ്ഞൂഞ്ഞിന് ശേഷം KC എന്നുള്ള ഏറ്റവും വലിയ ഫ്ലെക്സ് ബോർഡ്, അവിടെ സെക്രട്ടേറിയറ്റ് അടുത്തുണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡാണ് ഇവിടെ VD അനുകൂലികൾ. TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, ഇവിടെ പറഞ്ഞതുപോലെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.